ബറീഡ് തോട്ട്സ് ഇറങ്ങിയ സമയത്ത് ആ മനുഷ്യരിട്ടിരിക്കുന്ന ഷെയർ ചെയ്തിരിക്കുന്ന എല്ലാ പോസ്റ്റും മൈ ബ്രദേഴ്സ് ബുക്ക് സോൾഡ് 500 copies ടുഡേ, അബൌട്ട് മൈ ബ്രദേഴ്സ് ബുക്ക് ഇൻ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്. അതിലൊന്നും ആ മനുഷ്യനില്ല. സ്നേഹം ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ ഇതുവരെ പറഞ്ഞതിനെ ചങ്കിൽ നിന്ന് ഞാൻ പറഞ്ഞ ആദർശിനെ കുറിച്ചിട്ടാണ്. അകലെ നിന്നും ഒരു പരാതിയും ഇല്ലാതെ സ്നേഹിക്കുന്ന മനുഷ്യൻ. ചേട്ടൻ എന്നെ സഹായിക്കുകയാണ്. ചേട്ടന്റെ കുടുംബത്തിലെ സെലിബ്രിറ്റി ആയിട്ടുള്ള അനിയൻ, അല്ലെങ്കിൽ പബ്ലിക് ഫിഗർ ആയിട്ടുള്ള അനിയൻ, ഞാൻ പോലും അവന്റെ തല താഴരുത്. നിങ്ങൾക്ക് എത്ര പേർക്ക് പറ്റും എൻ്റെ ചേട്ടനെ പോലെ ചിന്തിക്കാൻ? നമുക്ക് ചിന്തിച്ച് നോക്കിക്കൂടെ? 1/2 മണിക്കൂർ കൂടി ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി പറഞ്ഞു ഇങ്ങനെ ചേട്ടാ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നമ്മളിങ്ങനെ ജഡ്ജ് ചെയ്യപ്പെടുന്ന ഒരു ലോകത്തിലാണ്. ഇപ്പൊ എന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയാണ് സത്യം. സന്തോഷമാണ്. നിങ്ങൾ എന്നെ ഇങ്ങനെ കാണണം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ BGM ഇട്ട സ്റ്റാറ്റസിലൂടെ കാണേണ്ടി വരും. ഞാനല്ലോട്ട് ഈ സ്റ്റാറ്റസിൽ BGM ഒക്കെ ഇടുന്നത്. ഞാനിത് പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ അടുത്തൊരു പയ്യൻ വന്ന് പറഞ്ഞതാ, ചേട്ടനൊക്കെ എന്തൊരു ഭാഗ്യം ചെയ്ത മനുഷ്യനാണ്. എന്തേ? ചേട്ടന് സങ്കടം വന്നാ ചേട്ടൻ്റെ തന്നെ വീഡിയോ ഇരുന്ന് കണ്ടാൽ പോരെ. നമ്മളിങ്ങനെ വെരി ട്രൂ. എനിക്ക് സങ്കടം വന്നു, ഞാൻ എടുത്തിട്ട് നമസ്കാരം, ഞാൻ ജോസഫ് എന്നെ വീഡിയോസ്. എന്തൊരാശ്വാസം. ഇത്രയും മനുഷ്യൻ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. എന്നെ കാണുമ്പോൾ ഇപ്പോൾ എന്നെ അനൗൺസ് ചെയ്ത സിലു എന്ന് പറഞ്ഞ ലേഡിയോട് ഞാൻ പറഞ്ഞു, മോട്ടിവേഷണൽ സ്പീക്കർ അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ? എഴുതിപ്പോയി. ഹീസ് എ റിനൗൺഡ് മോട്ടിവേഷണൽ സ്പീക്കർ. അമ്മേ, ഞാൻ പറയാൻ കൂടുതൽ ആഗ്രഹിക്കുന്ന കഥകളാണ്. ഞാൻ എൻ്റെ ചേട്ടനെ കുറിച്ച് പറഞ്ഞു. ഞാൻ കുറവുകളെ കുറിച്ചാണ് കൂടുതലും പറഞ്ഞത്. ശ്രദ്ധിച്ചോ? മനുഷ്യന്റെ കുറവുകളാണ്. അതിനെ കുറവല്ല എന്ന് ഓർമ്മിപ്പിക്കുന്ന കുറച്ച് മനുഷ്യൻ. ലുലുമാളിൽ ഒരിക്കൽ ഇതുപോലെ ഇത് നമ്മളൊന്നല്ല ഈ മമ്മൂട്ടി മോഹൻലാൽ പോലെ ഫേമസ് ആവണം, അല്ലെങ്കിൽ ഒട്ടും ഫേമസ് ആവും. ഇതിൻ്റെ ഇടയിൽ പെട്ടാണ്ടല്ലോ, ഭയങ്കര അവസ്ഥയാണ്. ലുലുമാളിൽ ഇങ്ങനെ എടുത്ത് ഒരു തട്ടോട്ടൊരു ഉമ്മച്ചി ബാപ്പച്ചി അവരുടെ മോള് ഒന്ന് അയാളങ്ങ് ഞാനിങ്ങനെ കവറും പിടിച്ചേക്കാണ്. എനിക്കറിയാം എൻ്റെ അടുത്ത് വരുമെന്ന് ഫോട്ടോ എടുക്കാൻ. ഞാൻ ഇങ്ങനെ നമ്മളങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാൻ വരുന്ന നമ്മളൊരിക്കലും വാ എന്ന് പറയില്ലല്ലോ. നമ്മളിങ്ങനെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇരുന്നിട്ട് ചേട്ടാ ഒരു ഫോട്ടോ എടുത്തോളൂ. സെൽഫി എടുക്കുന്നു. എന്നിട്ട് അവരെന്താ അവിടെ പറഞ്ഞേക്കുന്നു. തിരിച്ച അപ്പനും അമ്മയും ആ മോളിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയത് ഇയാൾ പറയണം, എന്തിനാ ഈ കണ്ണി കണ്ടവരുടെ അപ്പുന്ന സെൽഫി എടുക്കുന്നു. അപ്പൊ നമ്മളിങ്ങനെ നിൽക്കുക ഇതും പിടിച്ചിട്ട്. കണ്ണി കണ്ടവർ ഒരിക്കലും പറഞ്ഞ ചേച്ചി പറഞ്ഞു, അത് ചിലത് നമ്മളിങ്ങനെ ആംഗ്യഭാഷയാണ് അല്ലേ? എന്ത് നിങ്ങൾ മൊബൈലിൽ വരാറില്ലേ? ഞാനിങ്ങനെ ഒന്ന് മൊബൈലിൽ കയറാം. മൊബൈൽ വരാറില്ലേ? വരാറുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലായി, തനിക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. ആദ്യമൊക്കെ നമ്മളെ തന്നെ തിരിച്ചറിയാത്തത്. എൻ്റെ അപ്പച്ചൻ എന്നിൽ ഈ വിഷമേറ്റുള്ള കുത്തിവെച്ച എൻ്റെ അപ്പനാണ്. നീ സെലിബ്രിറ്റിയാണ്, സെലിബ്രിറ്റി. അപ്പനും ഞങ്ങളൊരു ഫംഗ്ഷന് പോകുന്നു. അപ്പൻ്റെ കൂടെ പണ്ട് പഠിപ്പിച്ച ഒരു അധ്യാപകം വരുന്നു. ജോസാറിൻ്റെ മക്കളൊക്കെ മൂത്തവൻ ആദർശ് ബ്രിസ്ബനിലാണ്, രണ്ടാമത്തെ അരുൺ ഓസ്ട്രേലിയയിലാണ്, മൂന്നാമത്തെ ജോസഫ് എന്നെ കൂടി. ജോസ് കേട്ടിട്ടില്ലേ? ഇല്ല, കേട്ടിട്ടില്ല. അല്ല, ആള് ഫേമസ് ആണ്. എൻ്റെ നിങ്ങളൊക്കെ അതായത് സാർ ഞാൻ RJ ആയിരുന്നു, 2 ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ്. വണ്ടി കയറുമ്പോൾ അവന് പണ്ട് കുറച്ച് ബോധമൊക്കെ ഉണ്ടായിരുന്നു. അപ്പനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ലൈഫിൽ നമ്മൾ എപ്പോഴെങ്കിലും ഹ്യൂമിലേറ്റ് ചെയ്യപ്പെടണം. അതിനുവേണ്ടി നാളെ തമിഴുള്ളവരുടെ മുമ്പിൽ പോയി നിൽക്കണ്ട, ഒന്ന് ഹ്യൂമിലേറ്റഡ് ആവട്ടെ. എപ്പോഴും ഒരു ഹ്യൂമിലിയേഷൻ വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ 2023 എന്ന് പറയുന്നത് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിന് അടി കിട്ടിയൊരു വർഷമാണ്. അടി. എല്ലാവരും ഞാൻ സ്നേഹിക്കപ്പെട്ടിട്ടുള്ളൂ. ഇളയ മകനായിരുന്നു, എപ്പോഴും 2 ചേട്ടന്മാരെ കൊണ്ടു നടക്കും.
ജോസ് സാറിന് അനു ടീച്ചറുടെ മകൻ പഠിക്കുമ്പോൾ നല്ല മാർക്ക്, സെമിനാരിൽ പോയി, ക്ലാസ് അതിൽ നിന്ന് സെമിനാരിൽ നിന്ന് പോന്നു, കോളേജിൽ പോയി, ക്രൈസ്റ്റിൽ പോയി പഠിച്ചു, MBA എടുത്തു, ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻ്റ് ആയി. പെട്ടെന്ന് ആർജി ഒരു വീഡിയോ ചെയ്താൽ എങ്ങനെയൊക്കെ സെലിബ്രിറ്റി ആയി, പുസ്തകങ്ങൾ എഴുതി, എല്ലാം നല്ലത്. ആൻഡ് ഡെസ്റ്റിനി ഗേവ് മി എ ബ്ലോ. ഇങ്ങനെ നേരെ മോശം ഒന്ന് നിന്നേനിയുടെ വിധി എൻ്റെ കരണക്കുറ്റിയൊക്കെ ഒരു പൊട്ടിയിൽ ഒട്ടിച്ചു. അത് സീക്രട്ടാണ്. അന്നിങ്ങനെ അടി കൊണ്ടൊരു ചിറക് കൊണ്ട് ഇങ്ങനെ പോയ ഒരു കിളി കല്ലേറിയിട്ട് നിലത്തിറന്ന് ഇങ്ങനെ പെട്ടെന്ന് 2021 എനിക്ക് അങ്ങനെ അവസാനിച്ചത്. 2024 2025 ഞാൻ എൻ്റെ ആത്മാവിൽ പറക്കുകയാണ്. ആത്മാവിൽ എൻ്റെ ഹൈറ്റ്സിൽ പറക്കാനുള്ള ഉദ്ദേശിച്ച് എൻ്റെ ആത്മാവിൽ. ജീവിതത്തിൽ ഹ്യൂമിലിയേഷൻ ഉണ്ടാകുമ്പോൾ, നമ്മളെ മനുഷ്യർ ഹ്യൂമിലേറ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഭേദം മേ ബി ഇതെനിക്ക് അനിവാര്യമായിരുന്നു എന്ന് ചിന്തിക്കുന്നതാണ്. എനിക്കറിയാം, ചിലപ്പോൾ നിങ്ങൾ ഞാൻ പല സ്ഥലത്ത് പറഞ്ഞതാണ്, ഒരു ഇന്റർവ്യൂവിൽ അടുത്തിറങ്ങി പറഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞതാണ്, ചേട്ടാ എൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ചിട്ടാണ് അവള് പറഞ്ഞത് തനിക്ക് നട്ടല്ലുണ്ടോ, എനിക്ക് സംശയമുണ്ടെന്ന്. അന്നൊടിഞ്ഞതാണ് ചേട്ടാ, അന്നൊടിഞ്ഞതാണ്. ഇപ്പോഴും വേദനയാണ്. ഹ്യൂമിലിയേഷൻ. എന്ത് പറഞ്ഞാൽ ആശ്വസിക്കും? നമ്മൾ ഈ നേരത്തെ പറഞ്ഞ സ്നേഹിക്കാന്നോ മാപ്പ് കൊടുക്കാന്നൊക്കെ പറയാം, എളുപ്പമല്ലെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന വലിയൊരു സ്വാതന്ത്ര്യമുണ്ട്. നമുക്കുണ്ടാകുന്ന ഹ്യൂമിലിയേഷൻസിനെ 2 കൈ നീട്ടി സ്വീകരിക്കാൻ പറ്റുമോ നോക്കി. ഇത് ഇപ്പം നിങ്ങൾക്കൊരു ബ്രേക്കപ്പ് ഉണ്ടായി, എത്ര പേര്, ഞാൻ ഈ ബ്രേക്കപ്പ് ഇടയ്ക്കിടെ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു തിരുവനന്തപുരത്തുണ്ടെന്ന് പറഞ്ഞ് എന്നെ കാണാൻ വരുന്ന മനുഷ്യർ പറയുന്ന കഥ തന്നെയാണ്. അവനെന്തിനായിരിക്കും എന്നോട് അങ്ങനെ ചെയ്തത്? അവനെങ്ങനെ അത് ചെയ്യാൻ സാധിച്ചു? 2023 അടി കിട്ടിയ ഞാൻ പറയും, വെൽക്കം ടു ദ ക്ലബ്. അതുവരെ ഞാൻ മറ്റേ ബ്രേക്കപ്പ് ഈസ് എ വേക്കപ്പ് കോൾ ആഫ്റ്റർ ഓൾ അതൊന്നും നീ കേട്ടിട്ടില്ല? ഇല്ല, അത് മറ്റേതെടുക്കാം, കാഴ്ചബംഗ്ലാവ്. ഇപ്പൊ ഞാനൊന്നും പറയില്ല, ചേട്ടാ അവനെന്നെ ചതിച്ചു പോയി. വരും, ഗ്രൂപ്പിൽ കയറൂ. നിങ്ങളൊക്കെ ഞാൻ 2014 ഗുരുവായ മനുഷ്യൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞു, ജോസ് 27 വയസ്സൊക്കെ കല്യാണം കഴിക്കണ്ടേ? വേണ്ട, എനിക്കിങ്ങനെ ഞാൻ ഹാപ്പിയാണ്. എടാ, ജീവിതത്തിൽ സ്നേഹിക്കപ്പെടണം, പറ്റിക്കപ്പെടണം, ഇങ്ങനെ വാത്സല്യം നിറഞ്ഞ് നീ അനുഭവിക്കണം, വഞ്ചിക്കപ്പെടണം. ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ എല്ലാ ഫ്ലേവറും അനുഭവിച്ചിട്ടേ പോകൂ. നിങ്ങൾ ഇതുവരെ ചതിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ ആശംസിക്കുന്നില്ല. ഇത് മേനകെട്ടവനോ അയാൾ. ചതിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നല്ലത്. ഇതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നത്? നമ്മൾ പ്രണയിക്കണം, ചീറ്റ് ചെയ്യപ്പെടണം, മസ്റ്റ് ഞാൻ പറഞ്ഞില്ല. ഇറ്റ്സ് എ ഫ്ലേവർ ഓഫ് ലൈഫ്. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങണം. കുറേ കഷ്ടപ്പെട്ട് പെടച്ചിട്ടാണെങ്കിലും ഈ കരയിലേക്ക് പിടിച്ചിട്ട് മീനിനെ പോലെ പെടച്ച് നിങ്ങൾ തിരിച്ചാ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. പഴയതിലും സ്വർഗമായിരിക്കും ആ പുഴ. പെടക്കണം. മോട്ടിവേഷണൽ സ്പീക്കർ ആയിട്ടുള്ള എനിക്ക് 1.5 വർഷം എടുത്തു. ഇപ്പൊ ഏതാണ്ട് പിടുത്തം കിട്ടി വരുന്നുണ്ട് സാറിനും. ഇതൊന്നും അല്ലല്ലോ നമ്മുടെ വിഷയം. ഇന്നത്തെ പോയിന്റ് എടുക്കട്ടെ. പോയിന്റ് പോകില്ല. സോ ഞാൻ ഇങ്ങനെയൊക്കെ കേട്ടോ, നിങ്ങൾ ഈ സ്റ്റാറ്റസിലൂടെ എന്നെ കാണരുത്. ഈ സ്റ്റാറ്റസിലൂടെ മാത്രം എന്നെ കണ്ടവരുണ്ടോ? ഈ സ്റ്റാറ്റസിലൂടെ മാത്രമേ ചേട്ടനെ കണ്ടിട്ടുള്ളൂ. കണ്ണീർ പൂവിന്റെ കവളത്തിലൂടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ചേട്ടനാണ് അവിടെ. കൈവക്കാം വെറുതെ. നിങ്ങൾക്ക് ഞാൻ വിശുദ്ധനായിരിക്കില്ലേ? ലാസ്റ്റ് പോയിന്റ്, ആക്സെപ്റ്റ് യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ഇത് ഹ്യൂമിലിയേഷനുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, ആക്സെപ്റ്റ് യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണെന്ന് ചോദിച്ചാൽ, എന്നോട് വെറുതെ ചോദിക്കുകയാണ്, ജോസഫിൻ്റെ ഒരു ടാലന്റ് എന്നാ എന്ത് പറയും? ഞാൻ എനിക്ക് ചെറിയ ഹ്യൂമർ സെൻസ് ഉണ്ട്, ചെറിയ, അത് ഞാൻ വാലിഡേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് ഒരു 5-10 ലാഫ്റ്റർ വന്നല്ലോ ഇടയ്ക്ക്. എന്തോ ജോസഫ് നിനക്ക് ആളെ ചിരിപ്പിക്കാനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് എൻ്റെ കോർ സ്ട്രെങ്ത്. അപ്പോൾ ഈ പബ്ലിക് സ്പീക്കിംഗ് മോട്ടിവേഷൻ അറിഞ്ഞൂടാ. മറ്റേ
സ്വർണ്ണക്കട തുടങ്ങിയ പരിപ്രാഞ്ചിയാണ്. ഞാൻ എന്ത് ചെയ്താലും ഞാൻ മോട്ടിവേഷൻ സ്പീക്കറാണ്. കഴിഞ്ഞ 7 വർഷമായിട്ട് വഴി തടഞ്ഞു നിർത്തി എന്നോട് സ്നേഹത്തെക്കുറിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ട്. കാറിൽ നിന്ന് ഇറങ്ങി ചേട്ടാ ഒരു സെക്കൻഡ് വിൻഡോ താത്തു, സ്നേഹത്തെക്കുറിച്ച് എന്തെങ്കിലും, സ്നേഹ അമൂല്യമാണ്. ഓക്കെ, എന്തു പറയും? ഈ PT ഉഷയെ കാണുമ്പോ എന്തോ ഓടാത്ത, എന്താ ഇവിടെ ഇരിക്കും, പോട്. സച്ചിനെ കണ്ടാൽ 2 ബോൾ ഇട്ട് തരട്ടെ, ചായ പിടിച്ചിട്ട്, ബോളുണ്ട്, ബാറ്റ് സെറ്റാണ്. നമ്മളൊരു സാധനത്തിനുള്ളിൽ എൻ്റെ ഒറിജിനൽ സ്ട്രെങ്ത് എന്ന് പറയും, മേ ബി ഐ ഹാവ് എ ബിറ്റ് ഓഫ് ഹ്യൂമർ സെൻസ്. അത് ഞാനിങ്ങനെ പോകുന്ന സെഷൻസിൽ ലൈവ് ഇരിക്കുന്നവർക്ക് മാത്രം കാണാം, അല്ലാത്തവർക്ക് അവരുടെ മോട്ടിവേഷൻ ഓളിയാണ്. പറഞ്ഞ അവരുടെ മോട്ടിവേഷൻ. ഇയാളുടെ പുസ്തകം അത് മൊത്തം മോട്ടിവേഷൻ. എന്തുകൊണ്ട് ഇങ്ങനെ ഏറടിച്ച് കയറ്റാണ് ഇതിനുള്ളിലേക്ക്? മോട്ടിവേറ്റർ അല്ലേ, കാർബോറേറ്റർ അല്ലേ, ജനറേറ്റർ അല്ലേ ചോദിക്കണോ? മോട്ടിവേറ്റർ. എൻ്റെ കോർ സ്ട്രെങ്ത് ഇതാണ്. എനിക്ക് ഒരുപാട് വീക്ക്നെസ് ഉണ്ട്. മേ ബി ഐ വുഡ് സേ ഐ എം ലക്കി. ആരുടെയൊക്കെയോ പ്രാർത്ഥനകളാൽ എൻ്റെ അപ്പനും അമ്മയൊക്കെ ഇങ്ങനെ കൈപിരിച്ച് നിൽക്കുന്നത് ഞാൻ പലപ്പോഴും ഉണ്ട്. പള്ളിയിൽ രാത്രി ഇപ്പോഴും തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുമ്പോൾ രൂപത്തിന് മുമ്പ് എൻ്റെ കൊച്ചു കുഞ്ഞിനെപ്പോൾ ഇപ്പോഴും നിർത്തും. ജോസഫിന് ഇന്നത്തെ യാത്രയെ സമർപ്പിക്കുന്നു, ഒരു കുഴപ്പമില്ലാണ്ട് അവനോട് എത്തണമേ. അവനെ കേൾക്കുന്ന ആളുകൾക്കും അവൻ സംസാരിക്കുന്ന ആരെങ്കിലും വ്യക്തമായിട്ടും കൃത്യമായിട്ടും ശക്തമായിട്ടും സംസാരിക്കാൻ അവന് കൂടെ ഉണ്ടാവണം. അപ്പം ഞാനിങ്ങനെ വല്ലൊക്കെ അമ്മേ ഇത് കേട്ടിട്ടാണ് ഞാൻ ഇപ്പോഴും ഇറങ്ങുന്നത്. ഒരു കാലഘട്ടത്തിൽ ഞാൻ വിചാരിച്ചു അത് എനിക്കൊരു വീക്ക്നെസ്, ഞാൻ എന്ത് ഇള്ളാപ്പിള്ളാണ്. നോ, ഒരമ്മ അങ്ങനെ പ്രാർത്ഥിക്കാൻ, അനുഗ്രഹിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറക്കാൻ അവിടെ ഇരിക്കുന്നത് ഇറ്റ്സ് ബിഗർ ദാൻ എനിത്തിങ്. ഞാൻ വീക്ക്നെസ് എന്ന് കരുതിയ ഒരു കാര്യം, ഈ അമ്മയുടെ എല്ലാ നേരം എന്നെ കൊച്ചു കുഞ്ഞിനെ പോലെ ട്രീറ്റ് ചെയ്യുന്ന ഈ സ്വഭാവം വീക്ക്നെസ്. ഞാൻ ഇന്ന് തിരിച്ചു പോകുമ്പോൾ രാത്രി ട്രെയിൻ എത്തുന്നത് 11:30-ക്കാണ്. എറണാകുളത്ത് നിന്ന് ഊബർ എടുത്ത് 1 hour ഡ്രൈവ് കഴിഞ്ഞ് ഞാൻ വീടെത്തുമ്പോൾ, അമ്മയെ വീടെത്താറായി എന്ന് പറയുമ്പോൾ, ഞാൻ വീടിൻ്റെ അടുത്തെത്തുമ്പോൾ അമ്മ ഇങ്ങനെ മുടി ചൊക്കെ ചുട്ടിട്ട് ഇങ്ങനെ ഗേറ്റ് തുറക്കണ്ടാവും. ആ കാഴ്ച നഷ്ടപ്പെടാൻ ഞാൻ എന്ത് ചെയ്യും? ഈ ഭർത്താവ്, ഈ തമാശ, ഇതൊക്കെ വെറുതെയാണ് സുഹൃത്തുക്കളെ. ഇതിലൊന്നും ഒരു കാര്യമില്ല. തിരക്കേടില്ലാണ്ട് നിങ്ങളെ സ്നേഹിച്ച അപ്പനമ്മയ്ക്കാണെങ്കിൽ സെലിബ്രേറ്റ് ദം. തളർന്നു കിടക്കുന്ന ഒരു അമ്മയുണ്ട് എനിക്ക്. ഞാൻ അമ്മയെപ്പോലെ എനിക്ക് മേ ബി ദൈവം തന്ന മറ്റൊരമ്മ എന്നോട് ചോദിക്കും, ജോസഫേ എത്തിയോ? എത്തി ആൻറ്റി. നീ ഭക്ഷണം കഴിച്ചോ? കഴിച്ച ആൻറ്റി. ഒത്തിരി സ്നേഹം കേട്ടോ. ഓക്കെ ആൻറ്റി. ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഒരു പ്രലോഭനത്തിൽപ്പെട്ട് ഒരു ട്രാപ്പിലേക്ക് ഇങ്ങനെ പോണ നേരത്ത് ഒരു മെസ്സേജ് വരാം, വോയിസ്, ജോസ് കുട്ടി പ്രിപ്പയർ ചെയ്ത്, എനിക്ക് ഒത്തിരി സ്നേഹം കേട്ടോ നിന്നോട്. നമ്മൾ ആ പ്രലോഭനത്തിനിടയാകുന്ന സാഹചര്യത്തോട് പിന്നെ കാണാട്ടോ, സോറി എന്ന് പറയും. മരുന്ന് കഴിച്ചു നോക്കി. എൻ്റെ കഴിഞ്ഞ ദിവസം ചേട്ടൻ്റെ പിള്ളേരൊന്ന് ക്രിക്കറ്റ് കളിച്ച് ഈ ഗ്ലാസ് സ്റ്റൈലിൽ വെച്ചതല്ല, ഇവിടെ അവനെഴുതി എറിഞ്ഞൊരു ബൗൺസർ മാവിൻ്റെ ഇടയിൽ കൂടെ പോയി ഓടിച്ചിട്ടടിച്ചതാണ്. മാവ് ഒന്ന് കണ്ണിക്കൊണ്ടു. ഇവിടെ കൃഷ്ണമണിക്ക് കൊണ്ടുവരേണ്ടതായിരുന്നു, സൈഡിൽ തട്ടി 6 തുള്ളിമരുന്നൊക്കെ ഉണ്ട്. അമ്മ വിളിച്ച് ചോദിക്കുകയാണ്, തുള്ളിമരുന്ന് ഒഴിച്ചോ കൊടുത്തോ? നീ ഹാർഷായിട്ടാ ചോദിക്കുള്ളൂ. മോനെ നിന്റെ കണ്ണിൽ തുള്ളിമരുന്ന് ഒരമ്മയും ചോദിക്കാൻ പോള. തുള്ളിമരുന്ന് വെച്ചാ ഒഴിച്ചു. ഇപ്പം എന്നോട് ചോദിക്കുമ്പോൾ തുള്ളിമരുന്ന് വെച്ചോ? ഒഴിച്ചമ്മേ. പണ്ടായി ചോദിക്കും, ഇതിന് ഒച്ചയെടുക്കാൻ ഒഴിച്ചോളാം. മക്കളെ, if your parents are alive, I'm begging you, തിരക്കേടില്ലാണ്ട് സ്നേഹിച്ചവരാണെങ്കിൽ ഇനി അവരോട് ചൂടാവാനും നിൽക്കരുത്. സെലിബ്രേറ്റ് them. എൻ്റെ അപ്പനെയൊക്കെ തിരുത്തി ഞാൻ മടുത്തു. അതെന്താ നിന്നെ അവർക്ക് അറിയാത്തതെന്ന് വെച്ചാൽ, ഞാൻ ഒരു മകനും തിരിഞ്ഞ് ഞാൻ എന്തു പറയും? എനിക്ക് ഇവരെ കത്തുകളൊക്കെ പുള്ളി പൊട്ടിച്ചു വായിക്കും. എനിക്ക് നിങ്ങൾ മറ്റൊരു റിക്വസ്റ്റ്, ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ നല്ല കമൻറ്റ് ഇടണം. എല്ലാം വായിക്കുന്ന ഒരേ ഒരാൾ എൻ്റെ അപ്പനാണ്. വെറുതെ ജോസഫ് അപ്പനെ കുറിച്ചുള്ള ഭാഗങ്ങൾ കണ്ണീരണിയിച്ചു. എടി നോക്കിയടി കണ്ടാ, ആ മനുഷ്യൻ എൻ്റെ അടുക്കള കൂടെ ഇങ്ങനെ പറഞ്ഞു കാണുമ്പോൾ ഞാൻ ആ വാതിക്കൽ നിന്നിട്ട് ഇങ്ങനെ
ദൈവത്തെ നോക്കി, ദൈവമേ നന്ദി, തെറിയിടരുത് ദൈവത്തെ ഓർത്ത്. അങ്ങനെ മനുഷ്യരുണ്ടല്ലോ. എന്നാ പിന്നെ 2 തെറിക്കത്തെഴുതാം. ഇയാളുടെ തന്തയ്ക്കാണോ തന്ത? മനുഷ്യൻ തകർന്നു, ഒരു അറ്റാക്കൊക്കെ ഒന്ന് മനുഷ്യനാണ്. കൂടുതലൊന്നും പറയാനില്ല. 10 മിനിറ്റ് ഉണ്ട്. നമുക്ക് 5 മണി വരല്ലേ സെഷൻ. ഇത് കഴിഞ്ഞിട്ട് ഈ വേദി ആരും ഫ്രീ ആണോ എന്ന് വെച്ച് നിൽക്കണമെന്നില്ല എന്നുള്ളത്. 2 ഓപ്ഷനാണ്. ഒന്ന് 10 മിനിറ്റ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചെയ്യാം. വേദി ഇത് കഴിഞ്ഞ് ഫ്രീ ആണെന്നാണ് പറയുന്നത്. മേ ബി വേണമെങ്കിൽ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാം. ഒന്നിനും നേരെ ചോദ്യത്തിലേക്ക് അല്ലെങ്കിൽ കോണ്ടന്റിലേക്ക്. എന്താണ് ചോദ്യമൊന്നുമില്ലല്ലേ? ഇത് വെബ് സീരീസ് ഒക്കെ ആയിട്ട് ഇറക്കേണ്ടി വരും കേട്ടോ നിങ്ങൾ, കണ്ടമായിട്ട്. ഞാൻ വീക്ക്നെസ് എന്ന് കരുതിയ എൻ്റെ അപ്പനും അമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. ഒരിടയ്ക്ക് എല്ലാവരും ഇയാളെന്നിട്ട് എല്ലാവരും അപ്പനമ്മേനെ കുറിച്ച് പറയാം. അതോടെ നല്ല അപ്പനും അമ്മയാണ് എൻ്റെ. എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ മക്കളെ ഇപ്പൊ കല്യാണം കഴിച്ച് മക്കളുള്ളവരുണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് കയറ്റിയിട്ടിട്ട് അച്ഛനെ കുറിച്ച് 4 വരികൾ പറയുക. എന്തൊരു നേരം അവർ പറയും. ഞാൻ അവർ നൽകിയ ഐ എം ജസ്റ്റ് കൗണ്ടിങ് മൈ ബ്ലെസ്സിങ്സ്. ആ മനുഷ്യർ എന്നോട് കാണിച്ച കരുണ ഞാൻ തിരിച്ചോളൂ. എൻ്റെ വീക്ക്നെസ് തരിക, ഇവരുടെ പിന്നാലെയുള്ള വിളികളും നിയന്ത്രണവും മോശം തരിക ഞാൻ സ്ട്രെങ്തായിട്ട് വരുന്നു. അതുപോലെ ഇപ്പോ എന്നെ കുറേ പേര് ആക്ടർ എന്ന് വിളിക്കാറുണ്ട്. എന്നെ വിളിക്കുന്ന പരിപാടിയിൽ ബ്രാക്കറ്റിൽ RJ, റൈറ്റർ, ആക്ടർ, 2 പടം. വിജയസുബ്രം പറമ്പിൽ ഫുൾ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നായിരുന്നു. വേറെ ഞാൻ വില്ലൻ വേഷമൊക്കെ ചെയ്തായിരുന്നു. നിങ്ങൾ കണ്ടോ? ഒരു പടത്തിലെ വില്ലനായിരുന്നു ഞാൻ. ചിരിച്ചി. അപ്പൊ എനിക്കിത് പറ്റുന്ന പണിയല്ല എന്ന് പറഞ്ഞ് ഞാൻ പോകുന്ന ആളാണ്. എങ്കിലും ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ സിസ്റ്റേഴ്സൊക്കെ സ്വാഗതം ചെയ്യുമ്പോൾ നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന ചീഫ് ഗസ്റ്റ് തന്റെ അഭിനയ പ്രതിഭയിലൂടെ നമ്മളെ ത്രസിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ മറ്റേ സുരാജ് എപ്പോ കുറെ പേർക്ക് ഞാൻ മറ്റേ എന്നോട് ഏറ്റവും ഉള്ള ആൾ ചോദിക്കുന്നത് ഇപ്പൊ സിനിമയൊക്കെ ചെയ്യുന്നുണ്ടോ? വിജയ് സൂപ്പർ ആക്ച്വലി ഇറങ്ങി നിന്നാട്ടോ ഒരു 7 കൊല്ലം മുമ്പ്. കൈഡിയാൻ തോന്നുന്നത് സ്വാഭാവികമാണ്, പക്ഷെ അതിനകത്ത് കാര്യമില്ല. എന്നാ കഴിച്ചോ. ജിസേട്ടൻ എൻ്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്താണ് ആസിഫ്. ഞാൻ ഇൻഡസ്ട്രിയിൽ എനിക്ക് അടുത്തറിയാവുന്നവരിൽ മൈ മോസ്റ്റ് ഫേവറേറ്റ് ആസിഫാണ് ആസ് എ പേഴ്സൺ, ആസ് എൻ ആക്ടർ. പക്ഷെ എന്നോട് പലരും നമ്മളിങ്ങനെ ആക്ടർ എല്ലാം ഉപകാരം ചെയ്തിട്ടുള്ളൂ. ആ സിനിമ വഴി എനിക്ക് ഒരുപാട് ക്രൗഡിനെ കിട്ടിയിട്ടുണ്ട്. ഒരു പുള്ളിയൊക്കെ വന്നിട്ട് ചേട്ടാ ഇപ്പം ഞാൻ എഴുത്താണോ വിജയ് സൂപ്പർ എന്ന് പറഞ്ഞ ഒരു നിങ്ങൾ മ്യൂസിക് പാട്ട് വട്ടച്ചോരിയുടെ പാട്ട് ഓക്കെ വട്ടച്ചോരി മൂലം കുറെ ഫാൻസിന് കിട്ടിയിട്ടുണ്ട്. എന്തൊരു പാട്ട് വട്ടച്ചോരിയെ കുറിച്ചിട്ടാണ്. നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് നമുക്ക് പിൽക്കാലത്ത് ഉപകാരപ്പെടുക എന്നുള്ളത്. ഈ കുട്ടിക്കാലത്ത് സ്റ്റേജിൽ പ്രസംഗമൊക്കെ പറയാൻ വിട്ടിട്ട് നാണം കെട്ട് ഇറങ്ങിപ്പോകുന്ന ഒരാളാണ് ഞാൻ. ഈ അപ്പനും അമ്മയും അധ്യാപകരാണെങ്കിൽ ആ സ്കൂളിലെ അധ്യാപകരുടെ വിചാരം ആ പയ്യനാണ് ഏറ്റവും നല്ലതെന്നാണ്. ഇവിടെ അധ്യാപകരുടെ മക്കളായിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ കൈവക്കാവോ? നമുക്കൊരു നിമിഷം അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. എന്താ അവസ്ഥയായിരുന്നു നമ്മുടെയൊക്കെ. കമന്റ് അടിച്ചതിന്റെ കൂട്ടത്തിൽ ജോസാറിന്റെ മോനും ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ എന്തായിട്ടുണ്ടാവും ജനഗണമനയ്ക്ക് കേൾക്കണോ, പക്ഷെ ജോസാറിന്റെ മോനും ഉണ്ടായിരുന്നു. ഒരു ദിവസം മൂത്രം ഞാൻ പറഞ്ഞത് എലിയാ സാറ് ജോസറിന്റെ ഒന്നേ ഒരു പ്രസംഗം പറയണം. ഇപ്പോഴോ ഇന്ന് വൈകുന്നേരം ജോസാറിന്റെ ജീനല്ലേ ഓടുന്നത്. നന്ദി പറയാനൊക്കെ വിട്ടിട്ടുണ്ട്. പേടിച്ച് വിറച്ചൊക്കെ ഇറങ്ങി പോകുന്നുണ്ട്. KCSL എന്നൊരു സംഘടനയ്ക്ക് ലീഡർ സ്ഥാനത്തിലെത്താൻ വേണ്ടി ഒരു മത്സരം ഉണ്ടായിരുന്നു. പ്രസംഗം പറയണം. എനിക്കറിയില്ല സാർ, ജോസാറ് അന്വേഷിച്ചത് മോനായിട്ട് സാറൊക്കെ എന്ത് ചെല്ലങ്ങട് ഓൺ ദ സ്പോട്ട് എന്തിനെന്നെ ലീഡർ ആക്കണം എന്നുള്ളതാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത്. അപ്പോൾ ഇയാളെ ലീഡറായിട്ട് പെടുന്നുള്ളവർ കൈവക്കാൻ പറയുമ്പോൾ പിള്ളേർ കൈവക്കും. ഏറ്റവും കൈവക്കിയ ആർക്കാണ് കൈവക്കപ്പെടുന്നത്? ആണ് ലീഡർ. നമ്മുടെ ഫോർമാറ്റൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. മാന്യ സദസ്സിന് വിനീതമായി കുപ്പുകൈ. ഇന്ന് ഓഗസ്റ്റ് 15 കേരള കാത്തലിക് സ്റ്റുഡൻസ് ലീഗിന്റെ ലീഡറായി എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ KCSL വേണ്ടി എൻ്റെ ജീവൻ കളയാൻ വരെ ഞാൻ തയ്യാറാന്ന് പറഞ്ഞു. അതിർത്തിയിലെ പട്ടാളക്കാർ പോലും ഒന്ന് ചിലപ്പോൾ ആലോചിച്ചിട്ടേ പറയുള്ളൂ. ഒരാൾ ചോദിക്കും നിഷ 4ാം ക്ലാസ്സിൽ എൻ്റെ വേറൊരു പ്രസംഗം ലൈവ് കണ്ട ഒരാളാണ്. ഒരൊറ്റ വോട്ട്. പിന്നെ സെമിനാരിൽ പോയപ്പോഴും ഈ പ്രസംഗിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഞാൻ ഓടിപ്പോയി. എനിക്ക് പേടിയാ സ്റ്റേജിൽ കയറാൻ. ഞങ്ങളുടെ ഈ പള്ളിയിലെ അച്ഛന്മാർക്കൊരു വിശുദ്ധനുണ്ട്. ഞങ്ങൾ ക്രിസ്ത്യൻസിന് ഇങ്ങനെ കുറേ ആളുണ്ട്. കാണാതെ പോയ കാര്യങ്ങൾക്കാരാണ്
അന്തോണിസ് ഉണ്ണിയാണ്. അസാധ്യ കാര്യങ്ങൾക്ക് യുദാ തദേവൂസ്. എൻ്റെ അമ്മയ്ക്ക് ആകെ കൂടി വിശ്വാസമുള്ളത് വിശുദ്ധ ഔസേപ്പ് പിതാവിനെയാണ്. ഞാൻ വിളിച്ചത് എന്തമ്മ അങ്ങനെ? എടാ, കാണാതെ പോയ കാര്യങ്ങൾക്ക് ഇവിടെ പോലീസ് ഉണ്ട്. എൻ്റെ അമ്മ പറഞ്ഞാണ് ഓക്കെ. അസാധ്യ കാര്യങ്ങൾക്ക് കുറേയൊക്കെ ഡോക്ടർമാർ വിചാരിച്ചാൽ നടക്കും. അപ്പൊ ഈ ഔസേപ്പ് പിതാവിനോട് ആ മാതാവ് കഷ്ടപ്പെട്ട് പ്രസവത്തിന് നടക്കുക, അയാൾ കൂടെ ഇരുന്നു. ഹി വാസ് അവൈലബിൾ, ഹി കൺസിഡേർഡ് ഹെർ. അതാണ് ഞാൻ ആ മനുഷ്യനിൽ കാണുന്ന ഏക ഗുണം. ഒരു ഭാര്യ എന്ന രീതിയിൽ അത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വിശുദ്ധനാണ്. അസാധാരണങ്ങൾക്ക് പോലീസുകാരുണ്ട് അത്രയും. എൻ്റെ അമ്മയെ ചലഞ്ച് ചെയ്യാം ഏതച്ഛന്മാർക്കും. അധികം നേരം നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. കാരണം ഇന്റലക്ച്വലി ഞങ്ങളുടെ കുടുംബത്തിൽ കുറച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലേഡിയാണ്. അസാധ്യങ്ങൾക്ക് കൂടെ പോലീസിന് കുറേയൊക്കെ അത്ര പറ്റാണ്ടായാലുള്ളൂ. നമ്മൾ മനുഷ്യനങ്ങനെ ചെറുതാക്കല്ലേന്ന് പറയും. ഔസേപ്പ് പിതാവ് ചെയ്ത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ആ സ്ത്രീയെ കൊണ്ട് ഇന്ന സ്ഥലത്ത് ഇങ്ങോട്ടേക്ക് പോകാൻ മാലാഖ പറയുമ്പോൾ അന്ന് ഓക്കെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവുക. ഓരോ ഡോറും കയറി നോക്കി എൻ്റെ ഭാര്യയ്ക്ക് പ്രസവ സമയമായി കൂടെ നിൽക്കുക. പൊന്നുകളെ കൊണ്ടുപോയി തൻ്റേതല്ലാത്ത പുത്രനെ തൻ്റെ മോനായി സ്വീകരിക്കുക. ജഡ്ജ് ചെയ്യാണ്ട്, ഹ്യൂമിലേറ്റ് ചെയ്യാണ്ട്, വിധിക്കാണ്ട് ചേർത്ത് പിടിക്കാൻ സാധിച്ച അയാളെ മാത്രമാണ് എനിക്ക് വിശ്വാസം എന്ന് പറയുന്ന ഒരമ്മ. ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നമ്മളെങ്ങനെയാണ് ഇവിടെ എത്തിയത്? യാ 5 മണിയാവാൻ 3 മിനിറ്റ് കൂടി ഉള്ളൂ. ഞാൻ മൊത്തം ടോക്കൊന്ന് സമ്മറൈസ് ചെയ്യാണ്. സ്നേഹം കാമം ഭ്രാന്തങ്ങൾ എൻ്റെ ബുക്കാണ്. അത് പറയാൻ പറഞ്ഞു, നിങ്ങളത് വാങ്ങിച്ച് വായിക്കണം. അത് പറയാനാണ് ഈ ടൈറ്റിലൊക്കെ ഇട്ടത്. ഈ പേരിൽ കാമം എന്നുള്ള വാക്ക് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ചോദ്യമാണോ? സമയമാവുന്നുള്ളൂ കേട്ടോ, ഇപ്പൊ കഴിയും. ദൈവമേ, സ്നേഹം മോഹം ഭ്രാന്തങ്ങൾ ചെറുതായിട്ട് എഡിറ്റ് ചെയ്ത് കാരണം കാമം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആർക്കും. അതുകൊണ്ട് തന്നെ ബുക്കിന്റെ സെയിൽസിൽ അതിന് ചെറിയൊരു ഇമ്പാക്റ്റ് ഉണ്ട്. ഞാനിങ്ങനെ ലോകമായ സ്ഥലങ്ങൾ മുഴുവൻ എന്തുകൊണ്ട് നമുക്ക് ഈ പേര് ആക്സെപ്റ്റ് ചെയ്തുകൂടാന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അപ്പം പറഞ്ഞു, അവിടെ ദൈവത്തിന്റെ ചേരന്മാർ വാസ് എ ബ്രില്യന്റ് നെയിം. സ്നേഹം കാമം ഭ്രാന്ത് എന്തൊട്ട് പേരണത്. അത് പറഞ്ഞ പിന്നെ ഞാൻ ഇപ്പം എക്സ്പ്ലനേഷൻസ് കൊടുക്കാറില്ല. കാരണം എനിക്ക് എൻ്റെ അപ്പനെ നന്നാക്കാൻ പറ്റിയിട്ടില്ല. ഈ ബുക്ക് വാങ്ങിച്ചിട്ട് ഇങ്ങനെ വായിക്കുമ്പോൾ കുറേ പേര് ജഡ്ജ് ചെയ്യപ്പെടുന്നുണ്ട് ഈ കാമം വാക്കുള്ളതുകൊണ്ട്. കുറച്ചധികം പേർ ഇതൊരു തുണ്ട് പുസ്തകമാണെന്ന് പോലും കരുതുന്നുണ്ട്. സ്നേഹം ഒരു കന്യാസ്ത്രീ, ഞാൻ ഒരിക്കൽ എക്സ്പീരിയൻസ് ഒരു ഇത് പറഞ്ഞ എനിക്ക് ഒരു കോള് വന്നു. ജോസഫ്, എൻ്റെ മകൾ തൻ്റെ പുസ്തകം വായിച്ചാൽ അവൾ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളാണ്. താങ്കളുടെ ഈ ടൈറ്റിലിനെ ഡിഫെൻഡ് ചെയ്ത ആളാണ് എൻ്റെ മകൾ. എന്നിട്ടും താങ്കൾ തങ്ങളുടെ ബുക്കിൻ്റെ പേര് മാറ്റുമ്പോൾ ഞാൻ ഈ അവളോട് എന്ത് പറയും? സ്നേഹം കാമം ഭ്രാന്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിസ്റ്റർ പറഞ്ഞു, ഇങ്ങനത്തെ പുസ്തകങ്ങളോട് വായിക്കാൻ പാടില്ല. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ദൈവത്തിൻ്റെ ചാരന്മാർ എഴുതി അതേ ഓതറാണ് എഴുതിയിരിക്കുന്നത്, ഇതിനകത്ത് അങ്ങനെ മോശപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇത് ഇവിടെ പറ്റില്ല. ഇവള് അമ്മയോട് പറയും, ഇറ്റലിയിലുള്ള അമ്മയെ വിളിച്ച്, ഇവള് സ്കൂളിൽ മാറി കുട്ടിയാണ്, ഞാനിട്ട് അവളെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടോ ഈ ഒരു പേര് എനിക്ക് നിങ്ങളോട് ചോദിക്കുകയാണ്, 3 ബുക്കുകളിൽ ഏറ്റവും ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ സ്നേഹം കാമം ഭ്രാന്തിനെ പറയുള്ളൂ. അതിലേറെക്കുറെ ഈ പറഞ്ഞ മോട്ടിവേഷണൽ സ്പീക്കർ എന്ന ഇമേജിൽ നിന്ന് പുറത്ത് കിടക്കാൻ ഞാൻ എന്നെ തന്നെ പൊളിച്ചെഴുതിയ കഥകളാണ് അതിനകത്തുള്ളത്. ഇങ്ങനെ കയറിനേക്കാളും ഒരു പയ്യനോട് ചോദിച്ചു, ചേട്ടാ ഞാനും എനിക്കും എൻ്റെ അയാൾ ഇവിടെ ഉണ്ടോ, എനിക്കും എൻ്റെ കൂട്ടുകാരിക്കും ജോസഫിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ ഒരേ ചോദ്യങ്ങൾ. കാരണം അതിനകത്ത് പറയുന്ന ആ ക്യാരക്ടർ അവളുടെ ജീവിതത്തിൽ അതേപോലത്തെ ഒരാളുണ്ട്. ഓക്കെ, ആ ക്യാരക്ടർ എറണാകുളത്താണ്. ഓക്കെ, ചേട്ടനും എറണാകുളത്താണ്. ഓക്കെ, പക്ഷെ അത് ഞാനല്ല. ഇപ്പൊ ഞങ്ങളുടെ ഇടയിലുള്ള മനുഷ്യരെ കുറിച്ച് ചേട്ടൻ എങ്ങനെ എഴുതി? ഈ ഡിറ്റോ ഇതേപോലത്തെ ഒരു ചേച്ചി സകലേപ്പെട്ട ഒരാള് എൻ്റെ കൂട്ടുകാരുടെ ലൈഫിലുണ്ട്. അവൾ പറഞ്ഞത് അവളുടെ ചേച്ചി തന്നെയാണ്. സത്യമായിട്ട് എനിക്കറിയില്ല, ഞാനങ്ങനെ ഓടി നടന്ന് ഒന്നും ചെയ്യുന്ന ഒരാളല്ല. അപ്പൊ ഈ ബുക്ക് ദൈവത്തിന് ചാരന്മാർ, നിങ്ങൾ ബുക്ക് വാങ്ങിച്ചില്ലെങ്കിലും വെറുതെ ബുക്ക് വാങ്ങിച്ചൊരു സ്റ്റോറി ഇടണം, റീഡിങ് സ്നേഹം കാമം ഭ്രാന്ത്. അപ്പം നിങ്ങൾക്ക് വരുന്ന റിപ്ലൈകളിൽ നിങ്ങൾക്കറിയാം ആരൊക്കെയാണ് കുറച്ചുകൂടി ബോധമുള്ളവരും ബോധമില്ലാത്തവരും. ദി സ്റ്റേജ് ഈസ് ഓപ്പൺഡ്. ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.